ടി.ജി. മോഹൻദാസിന് ജാമ്യം കിട്ടി എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞത്. ഇത് ജാമ്യം കിട്ടി പോരാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് പല ന്യായങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ടി.ജി. പറഞ്ഞിട്ടുള്ള പരാമർശം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശമാണ് ഏറെ പ്രശ്നമായിട്ടുള്ളത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. എന്നിട്ടും ടി.ജിക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കാൻ പുറത്ത് ആളുകൾ കൂടി നിൽക്കുകയും ചെയ്തു. അപ്പോ ടി.ജിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഈ നിയമ വകുപ്പിനൊക്കെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാത്തത് കൊണ്ടാണോ അതോ കണ്ണടച്ചതാണോ? പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് അറിയാത്തത് കൊണ്ടാണ് എന്നുള്ളത് താങ്കൾ വിചാരിക്കുന്നു? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനോടുകൂടി തീരുമാനത്തോടുകൂടി അറസ്റ്റ് ചെയ്യുന്ന കേസാണ്. അല്ലാതെ ഒരിക്കലും ഒരു SHO അങ്ങോട്ട് രാവിലെ എഴുന്നേറ്റ് ഒരു കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി എടുക്കുന്ന കേസല്ലല്ലോ. ഒരു പോക്കറ്റടി പിടിക്കുന്ന പോലെ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു മുഖ്യ ഞാൻ വിചാരിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി വരെ ഇതിന് ചർച്ച പോയിട്ടുണ്ടാവും. അപ്പൊ അത് തീരുമാനം എടുത്തിട്ടായിരിക്കും അറസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കേരള പോലീസിലെ വളരെ മിടുമിടുക്കന്മാരായിട്ടുള്ള DGPമാർക്കും IG മാർക്കും ഒക്കെ തന്നെ ഈ നിയമമൊക്കെ അറിയാത്തതാണ്. അല്ല, ഇത് യഥാർത്ഥത്തിൽ പുള്ളീനെ അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പുള്ളി ജാമ്യത്തിൽ പൊക്കോട്ടെ എന്ന് മനഃപൂർവ്വം വിചാരിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഇത് 12 പേജുള്ള ഉത്തരവാണ് എൻ്റെ കയ്യിൽ ഇരിക്കണം, ജാമ്യം കൊടുത്തുകൊണ്ടുള്ള. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഏറ്റവും ആദ്യം ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ വക്കീൽ എന്ന് പറയുന്നത് ശാസ്തമംഗൽ അജിത്താൻ. ഈ ശാസ്തമംഗൽ അജിത്തിന്റെ വാദങ്ങളിൽ ഒന്നാമത്തെ വാദം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. കാരണം എന്താ, ഇത് യങ് ഡെമോക്രാറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പറാണ് എന്നാണ് അതിനകത്ത് പറഞ്ഞേക്കണത്. അത് തന്നെ പറഞ്ഞേക്കണ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടി.ജി. മോഹൻദാസ് RSSന്റെയും BJPയുടെയും ഒക്കെ അനുകൂല പ്രവർത്തകനാണ്. അപ്പൊ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി വന്നിട്ടുള്ളതെന്നാണ്. കാരണം SDPയുടെ മെമ്പറാണ്, ഒരു ആളാണ്, ഒരു നേതാവാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതി തന്നെ പോലീസ് എങ്ങനെ പിക്ക് ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണ്ടേ. യഥാർത്ഥത്തിൽ ഇതിൽ വേറെ ഒരുപാട് പേര് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ടി ജിസ്മോൻ പരാതി കൊടുത്തിട്ടുണ്ട് AIYFന്റെ. അതുകൂടാതെ നമ്മുടെ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം സീന ഭാസ്കർ അടക്കം നിരവധി വനിതാ വക്കീലന്മാർ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പരാതി ഒന്നും എടുക്കാതെ ആദ്യമേ തന്നെ ഇങ്ങനൊരു വാദം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി. കാരണം എന്താ, SDPIയുടെ ആളുകളുടെ പരാതിയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളതും കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല. എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ. ഈ പരാതി സോർട്ട് ചെയ്തെടുക്കാൻ എത്ര സമയം വേണം, എത്ര ഹാജരാക്കാൻ എത്ര സമയം വേണം? ഇത് 11 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പരാതി എടുക്കുന്നത്. അപ്പൊ അത് ഹാജരാക്കിയില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ നമ്മളോട് നീക്കം ചെയ്യാൻ പോലും പോലീസ് പറഞ്ഞിട്ടില്ല. നീക്കം ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളപ്പം തന്നെ നീക്കം ചെയ്തേനെ. അല്ലാതെ നമ്മൾ നിയമപരമായിട്ട് ഇതിനൊന്നും വെല്ലുവിളിക്കില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ശാസ്തമംഗൽ അജിത്ത് പറയുന്നത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഇത്തരത്തിൽ ഒരു കേസ് എടുക്കണമെങ്കിൽ, ഞാനിപ്പോൾ അതിന്റെ സെക്ഷൻസിലേക്കൊന്നും പോകുന്നില്ല, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആ സെക്ഷൻ പ്രകാരം സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചിട്ട് വന്നില്ലെങ്കിൽ മാത്രം, 7 കൊല്ലത്തിൽ താഴെയുള്ള ശിക്ഷയാണെങ്കിൽ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചിട്ട് വന്ന് അദ്ദേഹത്തെ കണ്ട് ചോദ്യം ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, അതിന് തെറ്റില്ല. പക്ഷെ അങ്ങനെ നോട്ടീസ് കൊടുക്കണം. കാരണം അല്ലാതെ നിരവധി തെറ്റായിട്ടുള്ള നിയമങ്ങൾ അറസ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവിലുണ്ട്. അപ്പൊ അത് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്തതിന്റെ കാര്യം എന്താണ് എന്നുള്ളത് കൃത്യമായി ന്യായീകരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതിൽ പറഞ്ഞേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് അതെങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ ഇദ്ദേഹം ചിലപ്പോ ഒളിച്ചു പോകുമായിരുന്നു, അബ്സ്കോണ്ടിങ് ആകുമായിരുന്നു എന്നുള്ളതാണ്. അത് തീർത്തും ദുർബലമായ അപ്പൊ ടിയാൻ ഒളിവിൽ പോകാനും ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനും പരാതിക്കാരനെ സ്വാധീനിക്കാനും സാധ്യത ഉള്ളതിനാൽ ടിയാന് നോട്ടീസ് 35(3) നൽകിയിട്ടില്ലാത്തതാകുന്നു എന്നാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതെല്ലാം തന്നെ എന്താ വിട്ടുപോകുമോ പ്രജിത? ഇത് വിട്ടുപോകുന്ന കാര്യമില്ല. ഇത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് ടി.ജിയെ അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയാനും, എന്നാൽ ടി.ജിനെ ജയിലിലാക്കിയോ എന്ന് ചോദിച്ചാൽ ആക്കാതിരിക്കാനും വേണ്ടിയുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് ചെയ്തേക്കണം. അല്ലാതെ ഇതിനകത്ത് വേറെ അത്ഭുതമൊന്നുമില്ല. സാർ, ഇതില് പൊളിറ്റിക്കലി
അതിലൊരു സാന്നിധ്യം ഉണ്ട് എന്ന് പറയുന്നിടത്ത് ശരിയാണ്. സ്വാഭാവികമായി ഇതിലൊരു പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന സെഷൻ പ്രകാരം നോട്ടീസ് കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് 71 വയസ്സുള്ള ഒരാളാണ്. നമ്മൾ അത് എന്തായാലും കൺസിഡർ ചെയ്ത് തന്നെയാണ്. അദ്ദേഹത്തിന് അസുഖങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പോലീസിന് കൃത്യമായിട്ട് അറിയാം ഇത്തരത്തിൽ അസുഖബാധിതരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇന്ന നോട്ടീസ് കൊടുക്കണം എന്നുള്ളത്. ഈ നോട്ടീസ് മനഃപൂർവ്വം കൊടുക്കാതിരുന്നതാണ് എന്നുള്ളത് തെളിയുകയല്ലേ? മനഃപൂർവ്വം കൊടുക്കാതിരുന്നതെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇന്നലെയൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ചില CPM ഇടതുപക്ഷ ചാനലുകൾ പോലും പറഞ്ഞുകൊണ്ടിരുന്നത് രമേശ് ചെന്നിത്തലക്ക് കയ്യടി എന്നായിരുന്നു. ഞാനിപ്പോ അത് ആരൊക്കെയാണെന്ന് പറയുന്നില്ല. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് 10-11 ദിവസം എടുത്തു അറസ്റ്റ് ചെയ്യാൻ. അപ്പൊ വളരെ സൂക്ഷിച്ച് എല്ലാ ലൂപ്പ് ഹോൾസും അടച്ചിട്ടുള്ള ഒരു അറസ്റ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. മനസ്സിലായ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ റീലിൽ സുനിത ദേവദാസ് അടക്കം ഇത്തരത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും വീഡിയോ ചെയ്ത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചേക്കണെന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ ഇവര് ഇത് അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചേക്കണ. അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് ഉണ്ടായപ്പോൾ നമ്മളടക്കമുള്ള ആളുകൾ വീഡിയോ ചെയ്ത് ഇതെന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടാവുന്നില്ല, മറ്റേ ജാൻമണി മറ്റേ പുള്ളിക്കാരുടെ കാര്യത്തിൽ ഒരു ദിവസം കൊണ്ട് FIR എടുത്തപ്പോൾ എന്തുകൊണ്ട് ഇതിന്റെ കാര്യത്തിൽ RSSനോട് സൈദ്ധാന്തികനെതിരെ എന്തുകൊണ്ട് FIR ഇടുന്നില്ല എന്ന് പറയുന്ന നിരവധി ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ ആ സമ്മർദ്ദം സഹിക്കുവായത് ഇന്നലെ രാവിലെ എടുത്ത തീരുമാനമാണ്. ആ രാവിലെ എടുത്ത തീരുമാനത്തിന്റെ ബൈ പ്രൊഡക്റ്റ് എന്താണെന്നറിയാമോ? വളരെ രസകരമായി പലരും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ പോസ്റ്റ് എഴുതണം എന്ന് വിചാരിച്ചാൽ എഴുതി വെച്ചൊരു കാര്യമുണ്ട്. ഒരു ട്രിവാൻഡ്രം ട്രിപ്പിന് പെട്രോൾ എത്രയാവും അറിയാം? ഒരു 4500-5000 രൂപ എന്തായാലും പെട്രോൾ വരും. നമുക്കൊരു 4500 കൂട്ടും. ട്രിവാൻഡ്രം വരെ ഒരു ട്രിപ്പ് അടിച്ചിട്ട് പോയിട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് അത്രയും പെട്രോൾ ആവും. അപ്പൊ 4500 രൂപ പെട്രോള്, 3 നേരത്തെ ഭക്ഷണം 750 രൂപ, പിന്നെ ഫുൾ ബോഡി ചെക്കപ്പ് പോലീസിന്റെ വക അത് 12000 രൂപ, പിന്നെ പേസ്റ്റ് ബ്രഷ് സോപ്പ് ഇതെല്ലാം കൂടി 250 രൂപ, പിന്നെ കട്ടൻ ചായ 3 എണ്ണം 30 രൂപ. അപ്പൊ അങ്ങനെ തന്നെ 17,530 രൂപയായി. ഓക്കെ. ഇനി അടുത്തത് BJP ഇപ്പൊ 3 ദിവസത്തേക്ക് പുള്ളിക്ക് അവിടെ തിരുവനന്തപുരത്ത് താമസിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ BJP-കാരൊക്കെ സഹായിക്കും. അപ്പൊ BJP-യുടെ സുരേഷൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഫണ്ടൊക്കെ അല്ലെങ്കിൽ തന്നെ അടിച്ചു മാറ്റിയതൊക്കെ അറിയാലോ. അപ്പൊ കാശൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് എടുത്ത് സഹായിച്ചാൽ ഒരു ലോക്കൽ വിസിറ്റുകളൊക്കെ നടത്താം. പ്ലസ് ഒരു പുള്ളി പണ്ട് CET പഠിച്ചതാണ്, പഴയ സുഹൃത്തുക്കളെ കാണാം. അപ്പൊ അതുകൂടാതെ ഒരു 10,000 രൂപ റൂം റെന്റ്, 12,000 രൂപ റൂം റെന്റ് എന്ത് ചെയ്യും വരും. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഒരു 15,000 രൂപ എന്നത് കണക്കൂട്ടി നോക്കിയാൽ തന്നെ ഏതാണ്ട് 32,530 രൂപയുടെ ചെലവായി. അതിൽ ബാക്കി 15,000 രൂപ മാറ്റി വെക്കാം, കാരണം അത് BJP മുടക്കുന്നതല്ലേ. ബാക്കി കേരള സർക്കാരിനെ കൊണ്ട് ഒരു 17,530 രൂപ മുടക്കിച്ച ഇത്രയും പൈസ സർക്കാരിനെ കൊണ്ട് ചെലവാക്കിച്ച് വീട്ടിൽ വന്ന് മൂടിപ്പതിച്ച് കിടന്നുറങ്ങുന്ന TG മാസ് തന്നെ എന്ന് പറഞ്ഞാണ് ഒരാൾ ഇട്ടേക്കുന്ന പോസ്റ്റ്. എങ്ങനെയുണ്ട്? അതാണ് സത്യത്തിൽ സംഭവിച്ചത്. അതാണ് സത്യത്തിൽ ഇപ്പൊ സംഭവിച്ചേക്കണം. അതായത് ചെറിയൊരു തലമുടൽ കൊടുത്തിട്ട് എന്ത് ചെയ്തു? പുള്ളിനെ ട്രിപ്പ് അടിപ്പിച്ചു. അല്ലാതെ സംഭവിച്ചു. പിന്നെ ഇതിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാൻ പറ്റേ. ഇതില് ഈ പരാതികളില് ഈ പുള്ളി പറഞ്ഞ പരാതിയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ, അതായത് ജന്തർ മന്ദറിൽ സമരം ചെയ്തിട്ടുള്ള ആളുകളെ വെടിവെച്ചു കൊല്ലും എന്നുള്ളത് മാത്രമാണ്. മനസ്സിലായോ? പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. മറ്റേ സ്ത്രീകൾക്കെതിരെ നടത്തിയ പരാമർശമാണ് ഏറ്റവും ക്രൂരം. അത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് വലിയ ഫോക്കസ് ചെയ്ത് വന്നിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അത് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പരാതി എടുക്കാതിരിക്കുന്നത് മുതൽ, കൃത്യമായി നോട്ടീസ് കൊടുക്കാതിരിക്കുന്നത് മുതൽ, ഈ പറയുന്ന മറ്റേ കസ്റ്റഡിയിൽ ഞങ്ങൾ വേണ്ട എന്ന് പറയുന്നത് മുതൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗവൺമെന്റ് വളരെ തന്ത്രപരമായി ഈ ജാമ്യം അങ്ങോട്ട് കിട്ടിക്കോട്ടെ എന്ന് ഇനി ഒരു കാര്യം കൂടി പറയാം. ജാമ്യം ചിലപ്പോൾ അല്ലെങ്കിൽ കിട്ടുമായിരിക്കും. ഇപ്പൊ 71 വയസ്സുള്ള ഒരാള്, വയ്യാതിരിക്കുന്ന ഒരാൾ, അസുഖമായിട്ടിരിക്കുന്ന ഒരാൾ, ഇതിനിപ്പോ ഒരു കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ വേണ്ട ആവശ്യമില്ലാത്ത ഒരാള്, കാരണം ഇപ്പോഴും പബ്ലിക് സ്പിയറിൽ ആ വീഡിയോ കിടക്കുന്ന ഒരാള്, സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ജാമ്യം കിട്ടുമായിരിക്കും. പക്ഷെ ഒരു കാര്യമുള്ളത്, അങ്ങനെ എങ്ങാനും കിട്ടിയില്ലെങ്കിലോ എന്ന് തോന്നിയിട്ട് ഒരു സഹായവും കൂടി ആര് ചെയ്ത്? സർക്കാർ. അത്രേ ഉള്ളു. പിന്നെ ഇതൊക്കെ ഇപ്പൊ നാട്ടുകാർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതമുണ്ട്. എനിക്കൊരു അത്ഭുതം ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം, റവന്യൂ വകുപ്പിന്റെ കേസ്, സ്ഥലവുമായി ബന്ധപ്പെട്ട സർക്കാരുമായിട്ടുള്ള കേസ് വന്നു. ഹാരിസൺസ് മലയാളത്തിന്റെ അടക്കം നിരവധി കേസുകളുണ്ട്. സർക്കാർ തോറ്റുകൊടുക്കും. കാരണം പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് തോറ്റുകൊടുത്താലാണ് ലാഭം. ജയിച്ച വെറുതെ നക്കാപ്പിച്ചേ കിട്ടുള്ളൂ. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമനായ ഗവൺമെന്റ് ശമ്പളം ഉത്തരവൊക്കെ ഉള്ളു. തോറ്റുകൊടുത്താൽ എന്ത് കിട്ടും? പിന്നെ തോറ്റുകൊടുക്കുന്നതായിരിക്കും അപ്പോയിന്റ് ചെയ്തവർ മുതൽ താഴെ ഇരിക്കുന്നവർ വരെ പറയും. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ്ട, ഭയങ്കര പ്രാക്ടീസ് ഉള്ള ഒരാള്, ഓക്കെ,
അയാള് ഒരു മിനിമം ഒരു 2 ലക്ഷം രൂപ മാസം സമ്പാദിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറോ ഗവൺമെന്റ് സ്പെഷ്യൽ പ്ലീഡറോ ഒക്കെ ആണ്? കാരണം അതിന്റെ പകുതി ശമ്പളം കിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ആവും? പക്ഷെ അപ്പോഴും പുള്ളിയുടെ ഓഫീസ് വർക്ക് ചെയ്യും അവിടെ. ഓഫീസും ജൂനിയേഴ്സും ഒക്കെ അവിടെ വർക്ക് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജൂനിയേഴ്സ് ആയിരിക്കും മറ്റേ കേസ് എടുക്കണം. ഏത്? അപ്പൊ നീ ഇത് പറയണം, ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും? അപ്പൊ അതുപോലെയുള്ള ഒരു ചെറിയ അഭ്യാസം അത്രേ ഉള്ളൂ. ടിജിക്ക് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തെ മ്യൂസിയവും പണ്ട് പഠിച്ചിട്ടുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രവും അവിടുത്തെ പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ട് എന്ത് ചെയ്യാം, വരാം. പറ്റുമെങ്കിൽ വേണമെങ്കിൽ മണനാടിന്റെ അവിടെ പോയിട്ട് വേണമെങ്കിൽ 2 വീഡിയോ കൂടി അഡീഷണൽ എടുക്കാം. മറുനാടൻ ഇന്നലെ പറഞ്ഞേക്കണ ഈ ടി ജിയുടെ സംഭാഷണങ്ങൾ അരുചികരമാണെന്ന്. മനസ്സിലായ? അതായത് അരുചികരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നക്കി നോക്കിയെന്നാണ് ഈ വാക്കുകൾ. നക്കി നോക്കിയപ്പോ ടേസ്റ്റ് പോരാ, അരുചികരം. പിന്നെ രണ്ടാമത് ഷാജൻ പറയുന്ന ഒരു വാചകം എന്ന് വെച്ചാൽ മറ്റേ വീഡിയോ കണ്ടിട്ടില്ല എന്നാണ്. സ്ത്രീകളെ പറ്റി ചെയ്ത വീഡിയോ 11 ദിവസമായിട്ട് ഷാജൻ കണ്ടിട്ടില്ല. ആളുകളൊക്കെ പറഞ്ഞു കേട്ടു ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ പറഞ്ഞു. അതല്ല പറഞ്ഞത്. ബലാത്സംഗം അവിടെയുള്ള കൂട്ടബലാത്സംഗം നടക്കും. പിന്നെ അതിന് പരാതിയൊന്നും വരില്ല. കാരണം അവര് ഇടതുപക്ഷ മതനിരപേക്ഷ ഡിമാലി ഗുണ്ടന്മാരാണെന്നാണ് പുള്ളി പറഞ്ഞത്. അത് ഇഷ്ടപ്പെടുന്നവരാണ്. കൂടാതെ അതിലാരെങ്കിലും മരിച്ചുപോയാൽ, മരിച്ചത് കൂട്ടബലാത്സംഗം നടത്തി സ്ത്രീ മരിച്ചുപോയാൽ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് വിളിച്ച് എന്ത് ചെയ്യും? ഈ വാചകത്തെ കുറിച്ച് പറയണത് ജസ്റ്റ് എന്ത് അരുചികരം, ഒരു വന്യവയോധികൻ. വിവരക്കേടുകൾ പറഞ്ഞതിന് കേസെടുക്കാൻ പറ്റില്ല. ബലേപേഷ്. പിന്നെ ഈ എല്ലാ BJP അടക്കം RSS അടക്കം എല്ലാവരും ഈ വാചകങ്ങളെ തള്ളി പറഞ്ഞിട്ടാണ്. കാരണം ഇത് പറഞ്ഞാൽ പണി കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തലക്ക് വെളിവുള്ള എല്ലാവരും എന്ത് ചെയ്തു? തള്ളി പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഇനിയിപ്പോ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ഇപ്പൊ ഇന്ന് പുള്ളി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരായിട്ട് അങ്ങനെ 3 ദിവസം ഹാജരായിട്ട് പുള്ളി തിരിച്ചെന്ത് ചെയ്യും? എറണാകുളത്തേക്ക് തിരിച്ചുള്ള കാശ് പുള്ളി തന്നെ എടുക്കണമെന്നുള്ളതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതും കൂടി വേണമെങ്കിൽ സർക്കാരിന് വഹിക്കാവുന്നേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞു. വന്ദേ ഭാരതത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കാം. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിടക്കുമ്പോൾ ഒരു വണ്ടിയും കൂടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് വണ്ടി ഉണ്ടല്ലോ, വിട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യും? ബോൾഗാട്ടിൽ KTDC ചെന്നിട്ട് ഫുഡും കൂടി മേടിച്ചു കൊടുത്ത് പുള്ളി വീട്ടിൽ കൊണ്ടാക്കിയ കുറച്ചുകൂടി എന്തായിരിക്കും? നല്ലതായിരിക്കും. മനസ്സിലായി? എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഫുഡൊക്കെ എങ്ങനെയാണ്? അരുചികരമല്ലല്ലോ എന്ന് എന്ത് ചെയ്താൽ ചോദിച്ചാൽ രുചികരമായ ഫുഡ് എന്ത് ചെയ്യണം? അരുചികരമായിരിക്കും. എങ്ങനെയൊക്കെ ട്രപ്പീസ് കളിക്കാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ഇന്നലെ വീഡിയോ എടുത്തപ്പോൾ താങ്കളോട് പറഞ്ഞു, ഇതിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും. പിന്നെ ജാമ്യമൊക്കെ അല്ലെങ്കിലും കിട്ടും. കാരണം ഇട്ടേക്കണ കേസുകൾ ഇന്നലെ തന്നെ ലാസ്റ്റാണ് മറ്റേ വേറെ ചില വകുപ്പൊക്കെ ചേർത്തത്. അത് തന്നെ നാണിച്ച് നഖം കടിച്ചാണ് എന്ത് ചെയ്തത്? കാൽവിരൽ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് മറ്റേ കളം വരച്ചതൊക്കെ നോക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്. പിന്നെ പേടിക്കാനില്ല. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നവരെ സാധാരണ ജന്മദിനാശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്രയും ചെയ്തിട്ടില്ല. പിന്നെ ഇന്നിപ്പോ ആളുകൾക്ക് പരാതിയാണ് രാജീവ് ചന്ദ്രശേഖർ ഒന്നും വന്ന് ഇടപെട്ടില്ല. അപ്പൊ അതിന് ചെറിയൊരു ബുദ്ധി BJP കാണിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പൊ എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാം ജോറായിട്ട് നടക്കട്ടെ. ഇനിയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നാളെ മിക്കവാറും ഞാൻ പ്രധാനമന്ത്രി ആയാൽ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ രതീഷ് ചക്രപാണിയെ വെടിവെച്ചുല്ലോ എന്ന് എന്ത് ചെയ്യും? എന്നിട്ട് വെറുതെ പെറുക്കിയെടുത്ത് എന്ത് ചെയ്യും? ടിപ്പറിൽ കൊണ്ടുപോയിട്ട് തട്ടും. പക്ഷെ മറ്റത് ഇത്തിരി കടന്നുപോയി. അതെന്ത് ചെയ്തു? അത് പറയാതിരിക്കാനുള്ള വകതിരിവ് പുള്ളിക്ക് ഇതിനകം ഉണ്ടാകണം എന്ന് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ. ഇനി ആകെ രക്ഷയുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിശ്വാസിയാണെങ്കിൽ പോലും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം.